Hi friends, welcome back to Cinema Salone. കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കൂ. ഇന്നത്തെ വീഡിയോയിൽ Salone Crane 3 Lab ഗിംബലിന്റെ അൺബോക്സിംഗും റിവ്യൂവുമാണ്. Salone എന്ന ചൈനീസ് കമ്പനിയുടെ ക്രെയിൻ ഗിംബൽ സീരീസിന്റെ ഏറ്റവും പുതിയ മോഡൽ ആണ് Crane 3 Lab. Salone പാക്കേജ് തുറക്കുമ്പോൾ തന്നെ ആദ്യമേ കാണുന്നത് ഹൈ ക്വാളിറ്റി തെർമോകോൾ ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ബ്രീഫ് കേസ് ആണ്. ഇതിൻ്റെ ഡിസൈൻ വളരെ ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ വളരെ എളുപ്പമാക്കുന്നു. ഈ കേസിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. Crane 3 Lab ഗിംബൽ, 3 ലിഥിയം അയോൺ ബാറ്ററികൾ, ബാറ്ററി ചാർജർ, കണക്ഷൻ കേബിളുകൾ സൂക്ഷിച്ചിരിക്കുന്ന കാർബൺ ഫൈബർ പൗച്ച്, മിനി ട്രൈപോഡ്, ലെൻസ് സപ്പോർട്ടോട് കൂടിയ ക്വിക്ക് റിലീസ് പ്ലേറ്റ് എന്നിവയാണുള്ളത്. ഇതിൻ്റെ ഓരോ ആക്സിസ് മോട്ടറുകളുടെയും അടുത്ത് ഓരോ ലോക്കിംഗ് സ്വിച്ചസ് നമുക്ക് കാണാം. ഈ ലോക്കിംഗ് സ്വിച്ചുകൾ ക്യാമറ സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ മുൻ മോഡലായ Crane 2-ൽ ഈ ഫീച്ചേഴ്സ് ഇല്ലായിരുന്നു. Crane 2 ഒരു സിംഗിൾ ഹാൻഡിൽ ഗിംബൽ ആയിരുന്നെങ്കിൽ Crane 3 ലാബിൽ മിനി ട്രൈപോഡ് കൂടെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഒരു ഡ്യുവൽ ഹാൻഡിൽ ഗിംബലായി ഉപയോഗിക്കാം. ഈ മിനി ട്രൈപോഡിൽ റബ്ബർ ഫാബ്രിക്കേഷൻ ഉള്ളതിനാൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ നല്ല കംഫോർട്ടും ഗ്രിപ്പും ലഭിക്കുന്നു. ഇതിൻ്റെ ഹാൻഡിൽ ഗ്രിപ്പിൽ ഒരു OLED ഡിസ്പ്ലേയും ക്യാമറ കൺട്രോളിംഗ് സ്വിച്ചസും ഉണ്ട്. ഈ OLED ഡിസ്പ്ലേക്ക് Crane 2-ൻ്റെ ഡിസ്പ്ലേയേക്കാൾ വലിപ്പം കൂടുതലാണ്. ഇതിൻ്റെ ഏറ്റവും മുകളിലായി ഫോളോ ഫോക്കസ് ഗിയർ കൊണ്ട് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന സൂം കൺട്രോൾസും ഉണ്ട്. Crane 3 ലാബിൽ മറ്റ് ഗിംബലുകളെ പോലെ തന്നെ ക്യാമറ വളരെ ഈസിയായി ബാലൻസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഹാൻഡിലുള്ള ക്യാമറ കൺട്രോൾ സ്വിച്ചുകൾ ഉപയോഗിച്ച് ക്യാമറയിൽ തൊടാതെ തന്നെ എക്സ്പോഷർ വാല്യൂസ് മാറ്റാൻ സാധിക്കുന്നു. ഈ ഫീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നതിനായി ക്യാമറ ഒരു USB കേബിൾ ഉപയോഗിച്ച് ഗിംബലുമായി കണക്ട് ചെയ്യേണ്ടതാണ്. ഓരോ ക്യാമറകളിലും ഉള്ള USB പോർട്ട്സ് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ Crane 3-ക്കൊപ്പം 6 വ്യത്യസ്ത USB കേബിളുകൾ ലഭിക്കുന്നു. ഗിംബലിൻ്റെ ഹാൻഡിലുള്ള OLED ഡിസ്പ്ലേയിൽ ക്യാമറയുടെ എക്സ്പോഷർ വാല്യൂസും ഗിംബലിൻ്റെ ബാറ്ററി ലെവൽസും കാണിക്കുന്നു. ഈ ഹാൻഡിൽ തന്നെ ഷട്ടർ റിലീസ് ബട്ടണും റെക്കോർഡ് ബട്ടണും ഉൾപ്പെടുത്തിയിരിക്കുന്നു. Crane 2-ൽ പാൻ ഫോളോ, POV എന്നീ മോഡുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ Crane 3-ൽ ഈ 3 മോഡുകളും കൂടാതെ ലോക്ക്, വോർട്ടെക്സ്, ഗോ എന്നീ മോഡുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ലോക്ക് മോഡ് ക്യാമറയെ ഒരു ഡയറക്ഷനിൽ സ്റ്റേബിളായി നിർത്തുന്നു. ഗിംബലിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റ്സ് ഈ മോഡിൽ ക്യാമറയെ അഫക്റ്റ് ചെയ്യില്ല. 360 ഡിഗ്രി റൊട്ടേഷന് വേണ്ടിയുള്ളതാണ് വോർട്ടെക്സ് മോഡ്. ജോയ്സ്റ്റിക് ഉപയോഗിച്ച് ക്യാമറ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ ഈ മോഡിൽ സാധിക്കും. ഗോ മോഡ് ഫാസ്റ്റർ ക്യാമറ മൂവ്മെൻറ്റ്സിന് വേണ്ടിയുള്ളതാണ്. ഈ 6 മോഡുകൾ ഉപയോഗിച്ച് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോയെ കൂടുതൽ ക്രിയേറ്റീവ് ആക്കാൻ സഹായിക്കുന്നു. Crane 2-നെ അപേക്ഷിച്ച് ഇതിൻ്റെ ഫോക്കസ് വീലിന് വലിപ്പം കൂടുതലാണ്. കൂടാതെ ഇതിൽ റേഡിയം ഉള്ള റബ്ബർ കോട്ടിങ്ങും ഉണ്ട്. Crane സീരീസിൽ Salone പുതിയതായി കൊണ്ടുവന്ന ഫീച്ചറാണ് വയർലെസ് ഡിസ്പ്ലേ. Salone പ്ലേ എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് Crane 3-യുമായി കണക്ട് ചെയ്ത് ഫോൺ ഒരു എക്സ്റ്റേണൽ ഡിസ്പ്ലേ ആയി ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇത് വർക്ക് ചെയ്യാനായി ഒരു HDMI കേബിൾ ഉപയോഗിച്ച് ക്യാമറയും ഗിംബലും തമ്മിൽ കണക്ട് ചെയ്യണം. Crane 3 ഉപയോഗിച്ച് ഷൂട്ട് ചെയ്ത കുറച്ച് വിഷ്വൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സിനിമ സലൂൺ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴത്തെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.